ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ബൈക്കിന് പോണ സമയത്ത് ഒരു പട്ടി വട്ടം ചാടി ഒന്ന് വീണ് എൻ്റെ കൈ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണ് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് തന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ തിരുവചനം 3 ശീർഷകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും നടുക്ക് കിടക്കുന്ന ശീർഷകമാണ് കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. പക്ഷെ ഈ വിളക്ക് കത്തിക്കാൻ ഒരു ദീപം വേണ്ട. ആ ദീപം, ആ വെളിച്ചം, അത് നമ്മുടെ മനസ്സാണ്. മനസ്സിന് ഞാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, പരിശുദ്ധാത്മാവ്. ഈ കണ്ണ് നമ്മളെ പല നിക്ഷേപങ്ങളിലേക്ക് നയിക്കും. അതാണ് ഏറ്റവും ആദ്യത്തെ ശീർഷകം. അതായത് യഥാർത്ഥ നിക്ഷേപം എന്നുള്ളതാണ്. സത്യത്തിൽ എന്താണ് ഈ നിക്ഷേപം? ഒരു നിധിയാണ് നിക്ഷേപം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധി എന്താ? ഈ നിധിയിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മുടെ കണ്ണുകളാണ്, അല്ലേ? എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകൾ അതെൻ്റെ കണ്ണിലേക്ക് വന്ന് ആ ചിന്തകളിലേക്കാണ് എൻ്റെ കണ്ണ് പോകുന്നത്. കണ്ണൊരു മാധ്യമമാണ്. ഈ നിക്ഷേപങ്ങൾ എന്തു വേണമെങ്കിലും ആകാം പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതത്തിന്റെ പ്രവർത്തികളാകാം, സംസാരമാകാം, അങ്ങനെ എന്തും ആകാം. ഇതൊക്കെ നമ്മളെ മറ്റൊരു മൂന്നാമത് ഒരു ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. ആ ചിന്തയാണ് ഇതിൻ്റെ അകത്ത് 3-ാമത്തെ ശീർഷകം. 2 യജമാനന്മാർ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആ തിരുവചനം പറയുന്നത് ദൈവത്തെയും സാത്താനെയും 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ നമുക്ക് പറ്റില്ല. ആരെങ്കിലും ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണ്, ഈ ശരീരത്തിന്റെ ഈ മാധ്യമം എങ്ങോട്ടൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ പായുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴാണ് എനിക്ക് ചെറിയൊരു അപകടം ഉണ്ടായത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ നിക്ഷേപം എന്താണെന്ന് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് ചില അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണിനെ നിയന്ത്രിക്കേണ്ടത് ഈ ഞാൻ തന്നെയാണ്, എൻ്റെ മനസ്സാണ്. ഇന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായം 40-ാം തിരുവചനം ഒരു കാര്യം പറയുന്നുണ്ട്. എന്നോടുള്ള ഭക്തി അവരുടെ മനസ്സിൽ ഞാൻ നിക്ഷേപിക്കുന്നു ദൈവം പറയുന്നുണ്ട്. സത്യത്തില് നമുക്ക് എല്ലാവർക്കും ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥമായ ഭക്തി, എന്നോടുള്ള ഭക്തി, അതായത് ദൈവം, അത് തന്നെയാണ് യഥാർത്ഥ നിക്ഷേപം, അല്ലെ? ഈ നിക്ഷേപമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ, ആ മനസ്സിൽ അതെന്നും കാത്തു സൂക്ഷിക്കാൻ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് ഈ ഒരു വചനം പങ്കുവയ്ക്കൽ ഞാൻ നിർത്തുകയാണ്. ദൈവമേ, ശരീരത്തിന്റെ വിളക്കായ എൻ്റെ കണ്ണിനെ യഥാർത്ഥ നിക്ഷേപമായ ദൈവത്തിലേക്ക് നയിക്കാൻ നീ സഹായിക്കണേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ 2 യജമാനന്മാരിൽ ഏറ്റവും നല്ല യജമാനനെ, അതായത് ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കും. ആ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണ് എന്നും എത്തും. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.